കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ തിരുച്ചെന്തൂരിൽ വെച്ച് വേലായുധസ്വാമി അസുര കുലത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയും അവർ ദേവന്മാരോട് ചെയ്ത ദ്രോഹത്തെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായി മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ശൂരപത്മാസുരന് അനുഗ്രഹങ്ങൾ വരങ്ങളൊക്കെ ലഭിച്ചതിനു ശേഷം അവൻ അസുര സാമ്രാജ്യം സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം 3 ലോകങ്ങളും ആക്രമിച്ച് കീഴടക്കുകയും ദേവന്മാരെ ദേവലോകത്തു നിന്നും ഓടിച്ചു വിടുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്തും അവർക്ക് താമസിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. ദേവന്മാർ ഭൂമിയിൽ താമസിക്കുമ്പോൾ അവിടെ വന്നും പ്രശ്നമുണ്ടാക്കി തുടങ്ങി. അങ്ങനെ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ദേവന്മാർ മഹാവിഷ്ണുവിനെ ചെന്ന് കാണുന്നു. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം എന്ന് പറഞ്ഞ് വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ കാണുമ്പോൾ മഹാവിഷ്ണു പറയുന്നുണ്ട്, നമ്മൾക്ക് ഇങ്ങനെയൊരു ഗതി വന്നത് നമ്മൾ ദക്ഷൻ യാഗം നടത്തുന്ന സമയത്ത് മഹേശ്വരനെ ദക്ഷൻ വിളിച്ചില്ല. പക്ഷെ എന്നിട്ടും നമ്മളെല്ലാവരും ആ യാഗത്തിൽ പങ്കെടുക്കുകയും ഫലത്തിൽ മഹേശ്വരനെ നിന്ദിക്കുകയുമാണ് ചെയ്തത്. അല്ലെങ്കിൽ മഹേശ്വരനെ നിന്ദിക്കുന്ന ആളുടെ കൂട്ടത്തിൽ ചേർന്ന് നമ്മൾ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ മതിയാകൂ, നമ്മുടെ കർമ്മഫലമാണ് എന്ന് മഹാവിഷ്ണു പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ദേവേന്ദ്രനും ദേവഗുരുവായ ബൃഹസ്പതിയും ഒക്കെ ചേർന്ന് കുമാരദേവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ കുമാരദേവൻ സുബ്രഹ്മണ്യസ്വാമി ശൂരപത്മാസുരനോട് നേരിട്ട് തൽക്കാലം യുദ്ധത്തിന് പോകണ്ട, അതിനു പകരം ഒരു അനുരഞ്ജന ശ്രമം നടത്താം, ദൂതുമായി ആരെങ്കിലും പോയി കാര്യങ്ങൾ സംസാരിക്കാം എന്ന നിലയിൽ പറയുകയും അത് നല്ലതാണ് എന്ന് ബ്രഹ്മദേവനും മഹാവിഷ്ണുവും മുരുകദേവനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മദേവൻ പോകാമോ എന്ന നിലയിൽ കുമാരസ്വാമി ചോദിക്കുമ്പോൾ അത് പറ്റില്ല, കാരണം ഇപ്പോൾ തന്നെ ഞങ്ങൾ അസുരൻ്റെ ശൂരപത്മാസുരൻ്റെ പാദസേവകരായി ജീവിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിന് സാധിക്കുകയില്ല, വീരബാഹുവിനെ വിടാം എന്നൊരു നിർദ്ദേശം ബ്രഹ്മദേവൻ വെക്കുകയും അതനുസരിച്ചിട്ട് മുരുകൻ വീരബാഹുവിനോട് ദൂതുമായി പോകാനായിട്ട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വീരബാഹു ദൂതുമായി ശൂരപത്മാസുരനെ കാണാനായി ചെല്ലുന്നു. ദേവേന്ദ്രൻ്റെ പുത്രനായ ജയന്തനെ ഉൾപ്പെടെ പലരെയും പിടിച്ച് കാരാഗ്രഹത്തിലിട്ടിരുന്നു ശൂരപത്മാസുരൻ. അവരെയൊക്കെ മോചിപ്പിക്കണം. ഇതൊക്കെ ഈ ദൂതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് വീരബാഹു. പക്ഷേ ഒരു കാരണവശാലും ഇനി മരിക്കേണ്ടി വന്നാൽ പോലും കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന ആരെയും മോചിപ്പിക്കുകയില്ല എന്ന് തീർത്തു പറയുന്നു ശൂരപത്മാസുരൻ. അതോടുകൂടി സ്കന്ദദേവൻ്റെ വേലായുധമേറ്റ് മരണപ്പെടുക എന്നുള്ളത് നിന്റെ വിധിയാണ് എന്ന് വീരബാഹു ശൂരപത്മാസുരനോട് പറയുന്നു. അങ്ങനെ ആ ദൂത് ഫലം കണ്ടില്ല. ദൂതിന് വന്ന വീരബാഹുവിനെ കൊല്ലുന്നത് ഉചിതമല്ല എന്ന് അസുരൻ അറിയാം, ശൂരപത്മാസുരൻ അറിയാം. പക്ഷേ പിടിച്ചു കെട്ടാനായിട്ട് പറയുന്നു. അങ്ങനെ പിടിച്ചു കെട്ടിക്കഴിയുമ്പോൾ ദേവന്മാർ വീരബാഹുവിനെ സഹായിക്കാനായി അവിടെ വരുമെന്നും എന്നിട്ട് വീരബാഹുവിനെ ഉൾപ്പെടെയുള്ള ദേവന്മാരെ എല്ലാവരെയും പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടാമെന്നും ശൂരപത്മാസുരൻ വിചാരിക്കുന്നു. അങ്ങനെ വീരബാഹുവിനെ പിടിച്ചു കെട്ടാനായിട്ട് 1000 രാക്ഷസന്മാരാണ് അവിടേക്ക് വരുന്നത്. ഈ 1000 രാക്ഷസന്മാരെയും വീരബാഹു കൊന്നു തള്ളുന്നു. സഹസ്രബാഹു, വജ്രബാഹു, അതുപോലെ തന്നെ വ്യാളിമുഖാസുരൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അസുരന്മാർ ശൂരപത്മാസുരൻ്റെ സേവകന്മാരായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ വീരബാഹു കൊല്ലുന്നു. അങ്ങനെ മാർഗതടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് വീരബാഹു അതിവേഗം യാത്ര ചെയ്ത് തൃച്ചെന്തൂരിൽ എത്തിച്ചേരുന്നു. വീരബാഹുവിനെ കണ്ട ഭൂതഗണങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമാവുകയും അവർ പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം വീരബാഹു തൃച്ചെന്തൂർ ആലയത്തിൽ ചെന്നിട്ട് സ്കന്ദദേവനെ
കാണുന്നു. ഭഗവാനെ വന്നിച്ച് അസുരപുരിയിൽ നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ വളരെ വിശദമായി ഭഗവാനെ അറിയിക്കുന്നു. ദേവദേവ, അവിടുത്തെ തിരുവചനങ്ങൾ ശൂരപത്മാസുരനോട് ഞാൻ ഉണർത്തിച്ചു. എന്നാൽ യാതൊരു തരത്തിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ ആ അസുരൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, എന്നെ ഉപദ്രവിക്കുവാനും ശ്രമിച്ചു. അതുകൊണ്ട് ഇനി യുദ്ധം മാത്രമേ നമ്മുടെ മുമ്പിൽ മാർഗമുള്ളൂ എന്ന് വീരബാഹു മുരുകദേവനോട് പറയുന്നു. വീരബാഹു എപ്രകാരമാണ് അസുരപുരിയിൽ നിന്ന് രക്ഷപ്പെട്ടത്, എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, ആരെയൊക്കെ കൊല്ലേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി മുരുകദേവൻ ചോദിച്ചറിയുകയും വീരബാഹുവിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ശൂരപത്മാസുരനുമായി യുദ്ധം ചെയ്ത് അവനെ നിഗ്രഹിക്കുക എന്നത് മാത്രമേ ഇനി മാർഗമുള്ളൂ എന്ന് മുരുകദേവന് മനസ്സിലാവുകയും മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ മുതലായ ദേവന്മാരെ സ്കന്ദദേവൻ തൻ്റെ തീരുമാനം അറിയിക്കുകയും ചെയ്തു. അതായത് ഇനി യുദ്ധം മാത്രമേ പോം വഴിയുള്ളൂ. അടുത്ത ദിവസം തന്നെ താൻ ശൂരപത്മാസുരനുമായി യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്ന് ഭഗവാൻ അവരോട് പറയുന്നു. സ്കന്ദദേവ വചനം ശ്രവിച്ച ദേവന്മാർ വളരെയധികം സന്തോഷവാന്മാരായി കാണപ്പെട്ടു. തങ്ങളുടെ ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരമായിരിക്കുന്നു എന്ന് അവർ വിചാരിച്ചു. അതറിഞ്ഞ് അവർ വളരെയധികം സന്തോഷിക്കുകയും പ്രത്യേകിച്ച് ദേവേന്ദ്രന് വലിയ ആശ്വാസമാവുകയും ചെയ്തു. ആ സമയത്ത് ശൂരപത്മാസുരൻ കുറച്ച് ദൂതന്മാരെ മുരുകദേവന്റെ ശക്തി അറിയുന്നതിനായി അയച്ചിരുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. തൃച്ചെന്തൂരിലേക്ക് ശൂരപത്മാസുരൻ അയച്ചിരുന്ന ചാരന്മാരായ ബികാസുരനും മയൂരാസുരനും സ്കന്ദദേവന്റെ ശക്തിയെപ്പറ്റിയെല്ലാം വിശദമായി മനസ്സിലാക്കി തിരിച്ച് ശൂരപത്മാസുരന്റെ അടുത്ത് എത്തിച്ചേർന്നു. ദേവന്മാർ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അടുത്ത ദിവസം തന്നെ പട പുറപ്പെടും എന്നും അവർ ശൂരപത്മാസുരനെ അറിയിച്ചു. ദേവ തീരുമാനമറിഞ്ഞ ശൂരപത്മാസുരൻ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് മന്ത്രിമാരുടെ ഒരു സഭ വിളിക്കുകയും തൻ്റെ പുത്രന്മാരെയും മന്ത്രിമാരെയും സേനാ നായകന്മാരെയും സഹോദരനായ സിംഹമുഖാസുരനെയും ശൂരപത്മാസുരൻ വിവരങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു. അതായത് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ള വിവരം. രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതിന് തന്ത്രശാലികളായ ദേവന്മാർ ശ്രമിക്കും എന്നതിനാൽ വളരെയധികം ശ്രദ്ധ വേണം എന്ന് കാവൽക്കാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ അസുര ചക്രവർത്തി ഒരു യോഗം വിളിക്കുകയാണ്. യോഗത്തിൽ എല്ലാവരും സംസാരിച്ചു. ശൂരപത്മാസുരൻ എല്ലാവരോടും ഇങ്ങനെ പറയുകയാണ്: മന്ത്രിമാരെ, പുത്രന്മാരെ, സേനാ നായകന്മാരെ, പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജന്മശത്രുക്കളായ ദേവന്മാരെ നാം കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ട്. അവരെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശിവകുമാരനായ മുരുകൻ ഒരു ദൂതനെ നമ്മുടെ അടുത്തേക്ക് അയച്ചിരുന്നു. ശിവകുമാരൻ നമ്മുടെ സുഹൃത്തായ ക്രൗഞ്ചമലയെ നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രിയ സഹോദരൻ താരകാസുരനെ അവൻ വധിച്ചു കഴിഞ്ഞു. അതിനുശേഷം കടൽക്കരയിലുള്ള തൃച്ചെന്തൂരിൽ അവൻ താവളം അടിച്ചിരിക്കുകയാണ്. അവൻ്റെ കൂടെ എല്ലാ ദേവന്മാരുമുണ്ട്. അവനൊരു ദൂതനെ നമ്മുടെ രാജ്യത്തിലേക്ക്, ലങ്കാ നഗരത്തിലേക്ക് അയച്ചിരുന്നു. അവൻ ഇവിടെ വന്ന് ദേവന്മാരെ എല്ലാം മോചിപ്പിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും നമുക്കതിന് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു. അവനെ പിടിച്ചു കിട്ടുന്നതിനായി ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളുമെല്ലാം ചേർന്ന് അവനെ പിടിച്ചു കെട്ടാനായി ശ്രമിച്ചു. പക്ഷേ അവരെ എല്ലാം തന്നെ ആ ദൂതൻ വധിച്ചു. അതിനുശേഷം അവൻ ഇവിടെ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ട്. നമ്മൾ ചാരന്മാരെ ശിവപുത്രൻ്റെ അടുക്കൽ പോയി അവരുടെ ശക്തി എത്രയുണ്ട് എന്നറിയാനായി നിയോഗിച്ചിരുന്നു. ശിവകുമാരൻ ഇപ്പോൾ കടൽ കടന്നു വന്ന് നമ്മളോട് യുദ്ധം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നു. ഈ വിവരം നമുക്ക് നൽകിയത് ചാരന്മാരാണ്. ആ വിവരം അറിഞ്ഞപ്പോൾ തന്നെ സൈന്യത്തോടൊപ്പം ചെന്ന് അവനോട് യുദ്ധം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ എടുത്തുചാട്ടം നല്ലതല്ല എന്നും നന്നായി ആലോചിച്ച് ചെയ്യണമെന്നും പിന്നീട് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആലോചനാ യോഗം വിളിച്ചു കൂട്ടിയത്. ഇനി നാം എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണമെന്ന് നിങ്ങളെല്ലാവരും കൂടി പറയുക. ഇങ്ങനെ ശൂരപത്മാസുരൻ പറയുകയാണ്. അത് കേട്ടപ്പോൾ ശൂരപത്മാസുരൻ്റെ മന്ത്രിയായ മഹിഷാസുരൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. അല്ലയോ ചക്രവർത്തി, യുദ്ധത്തിൽ മഹാവിഷ്ണുവിനെ പരാജയപ്പെടുത്തി ചക്രായുധം തട്ടിപ്പറിച്ചെടുത്ത താരകാസുര മഹാരാജാവിനെയും മായയുടെ ഉറവിടമായിരുന്ന ക്രൗഞ്ചാസുരനെയും നിഗ്രഹിച്ച ശിവകുമാരൻ അവൻ
വെറും ഒരു ബാലകൻ എന്നു കരുതി നാം നിസ്സാരനായി കരുതുന്നത് ശരിയല്ല. താരകാസുര മഹാരാജാവിനെയും ക്രൗഞ്ചാസുരനെയും വധിച്ച അന്നു തന്നെ ശിവകുമാരനുമായി നാം യുദ്ധം ചെയ്തിരുന്നു എങ്കിൽ മുരുകദൂതൻ ഈ അസുര നഗരത്തിൽ ആഗതനാവുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമായിരുന്നില്ല. അതിനാൽ ഇനിയും നമ്മൾ താമസിക്കാതെ, അധികം താമസം വരുത്താതെ നമ്മുടെ എല്ലാവിധ സേനകളോടും കൂടി ചെന്ന് യുദ്ധം ചെയ്ത് ശിവകുമാരനെയും ഭൂതഗണങ്ങളെയും നിഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ മഹിഷാസുരൻ പറയുകയാണ്. മഹിഷാസുരൻ്റെ അഭിപ്രായ പ്രകടനത്തിനു ശേഷം മറ്റൊരു മന്ത്രിയായ ദുർഗുണനാണ് സംസാരിച്ചത്. അസുര രാജാവേ, ഇത്രയും കാലം അങ്ങ് മഹാവിഷ്ണുവിനോടോ മറ്റുള്ള ദേവന്മാരോടോ ആരോടും തന്നെ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങയ്ക്ക് വേണ്ടി യുദ്ധങ്ങളെല്ലാം ചെയ്തത് അങ്ങയുടെ സഹോദരന്മാരാണ്. അവരാണ് വിജയം കൈവരിച്ചതും. അപ്രകാരമുള്ള അവിടുന്ന് കേവലനായ ഒരു ശിശുവുമായി യുദ്ധം ചെയ്യുന്നത് ഉചിതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഠിനമായ തപസ്സനുഷ്ഠിച്ച് അത്ഭുതകരമായ വരസിദ്ധികളും നീണ്ട ആയുസ്സും നേടിയെടുത്തിട്ടുള്ള അവിടുന്ന് നിസ്സാരനായ ഒരു ബാലകനുമായി യുദ്ധം ചെയ്യുന്നത് അപമാനമാണ്. ധീരന്മാരായ നമ്മുടെ പടനായകന്മാരെ നിയോഗിക്കുമെങ്കിൽ ഭൂതഗണങ്ങളെയും മുരുകനെയും ക്ഷണനേരം കൊണ്ട് നിഗ്രഹിച്ച് അവർ മടങ്ങി വരുന്നതാണ്. ദുർഗുണൻ തൻ്റെ അഭിപ്രായം സഭയെ അറിയിച്ചതിനു ശേഷം മന്ത്രിമുഖ്യനായ ധർമ്മകോപൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. അസുരകുല തിലകമേ, ശിവബാലകനുമായി യുദ്ധം ചെയ്യുവാൻ അവിടുന്ന് പുറപ്പെടുക എന്നുള്ളത് അനാവശ്യമാണ്. തുല്യശക്തന്മാരായ വീരന്മാരായിട്ട് മാത്രമേ ധീരയോദ്ധാക്കൾ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ആ ശിശുവിനെ നിഗ്രഹിക്കുന്നതിനായി അങ്ങയുടെ മക്കളെ നിയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങയുടെ കുമാരന്മാരായ അഗ്നിമുഖനെയോ ഹിരണ്യനെയോ അയക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പരമേശ്വരൻ നൽകിയ വേലായുധം താരകാസുര രാജാവിനു നേരെ ആ ബാലകൻ പ്രയോഗിച്ചപ്പോൾ അതിനുള്ള മറു അസ്ത്രം പ്രയോഗിക്കാഞ്ഞതുകൊണ്ട് മാത്രമാണ് താരകാസുരന് മരണം സംഭവിച്ചത്. ക്രൗഞ്ചമലയ്ക്ക് നാശം സംഭവിച്ചത് അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണ്. അവിടുത്തെ കുമാരനായ വജ്രബാഹുവിന് നാശമില്ലാത്ത രഥമോ കവചമോ ചാപമോ നൽകപ്പെട്ടിരുന്നില്ല. അപ്രകാരമുള്ള അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ദൂതനുമായി ഏറ്റുമുട്ടിയപ്പോൾ കുമാരന് മരണം സംഭവിച്ചത്. ചുരുക്കത്തിൽ ആ ബാലകനെയും അവനോടൊപ്പമുള്ള ഭൂതഗണങ്ങളെയും ഇവിടെ നിന്നുകൊണ്ട് തന്നെ അസ്ത്രം പ്രയോഗിച്ച് നിഗ്രഹിക്കുവാൻ നമുക്ക് നിസ്സാരമായി സാധിക്കും. എങ്കിലും ആ കാര്യത്തിന് വാസ്തവത്തിൽ ഒരു സേനാനായകൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മന്ത്രി ധർമ്മകോപൻ തൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റൊരു മന്ത്രിയായ കാലസിദ്ധർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. മഹാപ്രഭു, ചില ഭൂതത്താന്മാരുമായി തിരുച്ചെന്തൂരിൽ ബാലലീലകളാടി നടക്കുന്ന നിസ്സാരനായ ഒരു ബാലകനെ വിരട്ടി ഓടിക്കുന്നതിന് ഈ മന്ത്രിസഭായോഗം കൂടേണ്ട ആവശ്യം പോലുമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇപ്രകാരമൊരു യോഗം കൂടുന്നതിനും ആലോചിക്കുന്നതിനുമുള്ള കാരണം എന്താണ് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് കൽപ്പിച്ചാൽ ആ ദേവബാലകനെയും അവൻ്റെ അനുയായികളായ ഭൂതത്താന്മാരെയും ക്ഷണനേരം കൊണ്ട് ബന്ധിച്ച് അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. ഇങ്ങനെ പല പല അഭിപ്രായങ്ങളും ആ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായി. സിംഹാസുരൻ, ശൂരപത്മാസുരൻ്റെ പുത്രന്മാരായ ഹിരണ്യൻ, അഗ്നിമുഖൻ തുടങ്ങിയവരും മുരുകനെയും ഭൂതപ്പടയെയും അവജ്ഞയോടെ കണ്ട് ഓരോരോ ജൽപ്പനങ്ങൾ തുടർന്നു. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെല്ലാം ക്ഷമയോടെ ശ്രവിച്ചുകൊണ്ട് ഉപവിഷ്ടനായിരുന്ന ശൂരപത്മാസുരൻ്റെ മൂത്ത കുമാരൻ ഗാംഭീര്യത്തോടെ എഴുന്നേറ്റ് തൻ്റെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു. പിതാവേ, മന്ത്രിമാരെ,
സേനാ നായകന്മാരെ, പ്രിയ സഹോദരന്മാരെ, സഹായികളെ, കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലോ അവരവരുടെ കഴിവുകളെപ്പറ്റി വീമ്പു പറയുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. ഇനി എന്ത് എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ശത്രുക്കളുടെ ശക്തികളെ പെരുപ്പിച്ചു കാണിക്കുന്നത് തെറ്റാണെങ്കിലും അവരുടെ ശക്തിയെ നിസ്സാരമായി കണക്കാക്കുന്നതും ശരിയല്ല. ശിശുവായ മുരുകൻ്റെയും ഭൂതത്താന്മാരുടെയും ശരിയായ ശക്തി നിർണയിക്കണമെങ്കിൽ അവരുമായി നാം യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി ബന്ധനസ്ഥരാക്കി ഇവിടെ കൊണ്ടുവരാൻ അനുവാദം നൽകണം. അങ്ങനെ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ഒരഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അതായത് മുരുകനുമായി യുദ്ധം ചെയ്യണം. അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ മറ്റൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. ആര്? സിംഹമുഖാസുരൻ. സിംഹമുഖാസുരൻ വിവേകിയായിരുന്നു. അദ്ദേഹം തൻ്റെ സഹോദരനെ വന്ദിച്ച് ഇപ്രകാരം പറയുകയാണ്: ഇവിടെ സംസാരിച്ചവരിൽ ഒരാൾ പോലും രാജനീതിയെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരു വിധത്തിൽ രാജനീതി ധർമ്മങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത്. അടിയൻ പറയാൻ പോകുന്ന വചനങ്ങൾ സദയം കേട്ട് രാജനീതികൾക്കനുസൃതമായി രാജ്യഭരണം നടത്തണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ചു കൊള്ളുന്നു. അധികാരം കൊണ്ട് നേടുന്ന സുഖം ക്ഷണികമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അഹങ്കാരം ഉപേക്ഷിച്ചു ദയവായി ദേവന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച് അരുളിയാലും എങ്കിൽ ഒരു വൻ ദുരന്തം നമുക്ക് ഒഴിവാക്കാം. ദേവന്മാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്കന്ദദേവൻ യുദ്ധത്തിനൊരുമ്പെട്ട് വരുന്നത്. തിരുച്ചെന്തൂരാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്കന്ദദേവൻ ലോകാരാധ്യനായ സർവേശ്വരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സത്യത്തെ അംഗീകരിക്കാൻ ഇനിയും നമ്മൾ മടിക്കരുത്. ശ്രേഷ്ഠന്മാരെ നിന്ദിക്കുന്നവരും ബാലകന്മാരെ ഉപദ്രവിക്കുന്നവരും സ്ത്രീകളെ ഹിംസിക്കുന്നവരും വ്രതത്തിന് ഭംഗം വരുത്തുന്നവരും അധർമ്മം ചെയ്യുന്നവരും നിന്ദ്യരും നീചരുമായി കണക്കാക്കും. അങ്ങനെ ചെയ്യുന്നവർ പലവിധ യാതനകളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദേവന്മാരെയും ഋഷിമാരെയും അവിടുന്ന് ഉപദ്രവിക്കുന്നത് ധർമ്മമോ ന്യായമോ അല്ല. ഇങ്ങനെ സിംഹമുഖാസുരൻ തൻ്റെ സഹോദരനോട് പറയുന്നു. ഇവിടെ ശൂരപത്മാസുരൻ ധാരാളം ദേവന്മാരെ പിടിച്ച് തടവറയിൽ ഇട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ദേവേന്ദ്രൻ്റെ പുത്രൻ ചേന്തനുമുണ്ട്. അവരെയൊക്കെ മോചിപ്പിക്കാനാണ് ഇദ്ദേഹം പറയുന്നത്. സിംഹമുഖാസുരൻ്റെ ഉപദേശങ്ങൾ ശ്രവിച്ച് ക്ഷുഭിതനായ ശൂരപത്മാസുരൻ പറയുകയാണ്: കൊള്ളാം, നിന്റെ വചനങ്ങൾ വിചിത്രമായിരിക്കുന്നു. നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരോട്, ആരെ പറ്റിയാണ് നീ സംസാരിക്കുന്നത്? പരമേശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന വരദാനങ്ങൾ അനശ്വരങ്ങളാണ് എന്ന് നിനക്കറിഞ്ഞുകൂടെ? 1008 അണ്ടങ്ങളുടെ ഏകരാജാവായി നമ്മെ അനുഗ്രഹിച്ചതാണ് പരമേശ്വരൻ. ഒരു ശക്തിയും നമ്മളെ ഒന്നും ചെയ്യുകയില്ല എന്നും പരമേശ്വരൻ നമ്മളോട് പറഞ്ഞതാണ്. നാം അജയ്യനാണ്, സർവശക്തിയുള്ളവനാണ്. സഹോദര, നമ്മുടെ ദാസനായിരുന്ന ഇന്ദ്രനെയും ദേവന്മാരെയും ബുദ്ധി ഉറയ്ക്കാത്ത മുരുകൻ എന്ന ഒരു ചെറിയ ശിശുവിനെയും കൈലാസാദ്രിയെ കാവൽ കാക്കുന്ന ഭൂതഗണങ്ങളെയും നീ എന്തിനാണ് ഭയപ്പെടുന്നത്? സ്വന്തം കരുത്തിൽ നമുക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. ത്രിമൂർത്തികളും അഷ്ടദിക്പാലകന്മാരും ദേവേന്ദ്രനും മറ്റുള്ള ദേവന്മാരും നാഗന്മാരും കിന്നരന്മാരും കിം പുരുഷന്മാരും നമ്മുടെ നാമം കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കും. അപ്രകാരമുള്ള നമ്മെ നിസ്സാരനായ ഒരു ബാലകൻ പരാജയപ്പെടുത്തും എന്ന് നീ ധരിക്കുന്നത് തന്നെ
യുക്തമല്ല. ഇപ്രകാരം നിഷേധത്തോടെ സംസാരിച്ച ശൂരപത്മാസുരനോട് സഹോദര സ്നേഹത്തോടു കൂടി സിംഹമുഖാസുരൻ വീണ്ടും ഉപദേശിച്ചു. ജ്യേഷ്ഠ, തപോബലം കൊണ്ട് നേടിയെടുത്ത പദവികളുടെയും ഭൗതിക സമ്പത്തുകളുടെയും ധിക്കാരത്തിൽ മതിമറന്ന് ദേവന്മാരെ അവിടുന്ന് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു. താങ്കൾ ചെയ്യുന്ന നിഷ്ഠൂര കൃത്യങ്ങളെക്കുറിച്ച് ദേവന്മാർ പലതവണ പരമേശ്വരനോട് പരാതിപ്പെട്ടു എങ്കിലും കരുണാമയനായ മഹാദേവൻ നീതിമാനായതുകൊണ്ട് താങ്കളെ നിഗ്രഹിച്ചിട്ടില്ല ഇതുവരെ. മഹാദേവ വരസിദ്ധി കൊണ്ട് അനുഗ്രഹീതനായ താങ്കളെ മറ്റാരെ കൊണ്ടും നിഗ്രഹിക്കുവാനും സാധിക്കുകയില്ല. അപ്രകാരം തിരുവുള്ളമുണ്ടായതുകൊണ്ടാണ് ദേവൻ തന്നെ തിരുക്കുമാരനായി അവതരിച്ച് അസുരന്മാരെ വധിക്കുന്നതിനായി ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ കുമാരനെ ആദിവേദ നായകനായ ഗംഗാധരദേവൻ തൻ്റെ തൃക്കണ്ണുകളിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. മുരുകൻ ശക്തി സംഭവനാണ്. ശിവം എന്ന പരമജ്യോതിസിൻ്റെ നെറ്റിക്കണ്ണുകളിൽ നിന്ന് ഉത്ഭവിച്ച് വേദങ്ങൾക്കെല്ലാം അതീതനായി വിളങ്ങി നിൽക്കുന്ന നിത്യാനന്ദ സ്വരൂപനാണ്. അവനാണ് സ്കന്ദദേവൻ. ജ്ഞാനമൂർത്തിയായ സ്കന്ദദേവനെ ബാലകനെന്ന് പരിഹസിക്കുന്നത് അജ്ഞതയാണ്. അങ്ങേക്ക് എല്ലാം അറിയാം, എല്ലാം പഠിച്ചവനാണ് അങ്ങ്. പക്ഷേ അങ്ങ് ഒന്നും അറിയാത്തവനെ പോലെ മായകൾക്ക് വശംവദനായിരിക്കുന്നു. എന്നിട്ട് ഈ ഉള്ളവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അടിയൻ പറയുന്നത് അങ്ങ് കേൾക്കുക. അങ്ങ് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. ഒരിക്കലും അങ്ങേക്ക് സ്കന്ദദേവനെ ജയിക്കുവാൻ സാധിക്കുകയില്ല. സർവശക്തി മഹിമകളും ഗ്രഹിച്ച സർവജ്ഞനാണ് സ്കന്ദദേവൻ. 36 തത്വങ്ങൾക്കും അതീതനായി വിളങ്ങുന്ന സാക്ഷാൽ മുരുകദേവനെ അല്ലാതെ മറ്റാരെയാണ് നമ്മൾ ആദിദേവൻ എന്ന് പറയുന്നത്? അനന്തകോടി അണ്ടങ്ങളെയും തൻ്റെ ശക്തി വൈഭവം കൊണ്ട് സങ്കല്പമാത്രയിൽ സൃഷ്ടിക്കുവാനും സംഹരിക്കുവാനും ശക്തിയുള്ള സ്കന്ദദേവൻ താങ്കളുമായി യുദ്ധം ചെയ്ത് ലീലാ നാടകം ആടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് തിരുച്ചെന്തൂരാലയത്തിൽ കുടികൊള്ളുന്നത്. ജ്യേഷ്ഠ സഹോദര, തത്വങ്ങൾക്കെല്ലാം അതീതനായി ആദിദേവനായി വിളങ്ങുന്ന സ്കന്ദദേവൻ താങ്കൾക്ക് തൻ്റെ ശക്തി എന്താണ് എന്ന് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധത്തിനായി ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നത്. ജനിക്കുന്നവർ മരിക്കും എന്നുള്ളത് തീർച്ചയാണ്. വജ്രസദൃശ്യമായ കായബലം ഉള്ളതുകൊണ്ട് മരണമില്ല എന്നു കരുതി അങ്ങ് അഹങ്കരിക്കരുത്. ദയവായി ദേവന്മാരെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കൂ. വരാൻ പോകുന്ന ആപത്തിനെ തടയൂ. ഇങ്ങനെ സിംഹമുഖാസുരൻ ഉപദേശിക്കുകയാണ്. ആ ഉപദേശങ്ങളെയെല്ലാം ശൂരപത്മാസുരൻ പുച്ഛിച്ചു തള്ളി. വിനാശകാലേ വിപരീത ബുദ്ധി. ഒരു കാരണവശാലും ദേവന്മാരെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു ശൂരപത്മാസുരൻ. നമ്മോട് യുദ്ധം ചെയ്യുന്നതിന് പരമേശ്വരൻ തന്നെ വരുന്നു എങ്കിൽ പോലും നാം പിന്മാറുകയില്ല. നമ്മുടെ സഹോദരനായ നീ ശത്രുക്കളായ ദേവന്മാർക്ക് വേണ്ടി വാദിക്കുന്നത് എത്ര ലജ്ജാവഹമാണ്. ശക്തനും ധീരനുമായിരുന്ന നീ ദേവന്മാരുടെ ദാസനായി മാറിയിരിക്കുന്നു. അസുരകുല ശത്രുവായ നീ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. ധീരനായ നാം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ധീരമായ നീ നഗരത്തിൽ ചെന്ന് ഒളിച്ച് താമസിച്ചു കൊള്ളുക. കോപക്രാന്തനായ ശൂരപത്മാസുരൻ ഇപ്രകാരം സഹോദരനെ വഴക്കു പറയുകയാണ്. സിംഹമുഖാസുരൻ എത്ര തന്നെ ഉപദേശിച്ചിട്ടും ശൂരപത്മാസുരന് മാനസാന്തരമുണ്ടായില്ല. സിംഹമുഖാസുരന് തൻ്റെ സഹോദരനോട് സഹതാപം തോന്നി. അവൻ്റെ ഹൃദയത്തിൽ സഹോദര സ്നേഹം ഉടലെടുത്തു. ജ്യേഷ്ഠൻ തന്നെ പുറന്തള്ളിയാലും വഴക്കു പറഞ്ഞാലും താൻ ജ്യേഷ്ഠനെ കൈവിടുകയില്ല എന്ന് സിംഹമുഖാസുരൻ തീരുമാനിച്ചു. അവൻ പറയുകയാണ്, ജ്യേഷ്ഠ സഹോദര, അടിയൻ അവിടുത്തെ മനസ്സിനെ വേദനിപ്പിച്ചു എങ്കിൽ പൊറുത്താലും അടിയൻ മുരുകനുമായി യുദ്ധത്തിന്
പുറപ്പെടുകയാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയം വരിക്കുന്നതിന് അങ്ങ് ആശീർവദിച്ചാലും. സിംഹമുഖാസുരൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ ശൂരപത്മാസുരന് വളരെയധികം സന്തോഷം ഉണ്ടാക്കി. തൻ്റെ സഹോദരനെ ആശ്ലേഷിച്ച ശൂരപത്മാസുരൻ ഇങ്ങനെ സഹോദരനോട് പറയുകയാണ്, സിംഹമുഖ, നിന്റെ സഹോദര സ്നേഹത്തിൻ്റെ ആഴം നാം അറിയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ നീ ഇപ്രകാരമൊക്കെ എന്നോട് പറഞ്ഞത്? അതിനു വേണ്ടിയിട്ടല്ലേ നീ എന്നോട് കലഹിച്ചത്? എനിക്ക് സന്തോഷമായി അനുജ. നീ ഉടൻ തന്നെ പടകളെ സജ്ജീകരിച്ച് യുദ്ധത്തിന് തയ്യാറായി ഇരിക്കുക. പോകേണ്ട സമയമാകുമ്പോൾ നാം അറിയിക്കാം. ഇങ്ങനെ ശൂരപത്മാസുരൻ അനുജനായ സിംഹമുഖാസുരനോട് പറയുന്നു. ശൂരപത്മാസുരനോട് യാത്ര പറഞ്ഞ് സിംഹമുഖാസുരൻ തൻ്റെ നഗരമായ ആസുരത്തിലേക്ക് തിരിച്ചു. ഹരേ കൃഷ്ണ. ഇനി യുദ്ധകാന്ഡമാണ്. നമ്മൾ രാമായണത്തിൽ യുദ്ധകാന്ഡം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതുപോലെ ഇനി അങ്ങോട്ട് യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. വളരെ മനോഹരമായ ഭാഗങ്ങളാണ്. മുരുകദേവൻ്റെ അവതാര ഉദ്ദേശം നടപ്പിലാക്കുന്ന ഭാഗമാണ്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ തിരുവിവാഹം. വളരെ വളരെ മനോഹരമായ, വളരെ വളരെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവരും ദിവസവും മാധവത്തിൻ്റെ കൂടെ സ്കന്ദപുരാണത്തിലെ കഥകളൊക്കെ കേട്ട് വേലായുധ സ്വാമിയോട് പ്രാർത്ഥിച്ച് വേലായുധ സ്വാമിയുടെ കൂടെ യാത്ര ചെയ്യുക. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ തന്നെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് വിശ്വസിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.